ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ ഇന്ന് സപ്ലി എക്സാം എഴുതിയിട്ട് വന്നതാണ്. സപ്ലൈ ഇവനാണെങ്കിൽ പ്ലേസ്മെന്റ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. എന്തിന്റെ പ്ലേസ്മെന്റ് ആയിരുന്നു? പൊതുവെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ട്രെയിനിങ് വേണ്ടി വന്നതാണ്. ഞാനാണെങ്കിൽ സപ്ലി എക്സാം എഴുതാൻ വേണ്ടി വന്നതാണ്. എന്ന് വെച്ചാൽ S5 സപ്ലി എക്സാം ഇന്ന് ഡിസാസ്റ്റർ ആയിരുന്നു. ഫുള്ള് ഡിസാസ്റ്റർ ആയിരുന്നു എക്സാം. കുഴപ്പമൊന്നുമില്ല, എഴുതിയൊക്കെ വെച്ച് ഇല്ലടാ. പിന്നെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ സപ്ലി എക്സാം ആയാൽ പിന്നെ അറിയാലോ, പിന്നെ നമുക്ക് എക്സാം വെക്കേഷൻ എടുത്ത് ആ ടൈമൊക്കെ ആകുമ്പോഴായിരിക്കും എക്സാം നടക്കുന്നത്, സപ്ലി എക്സാം നടക്കുന്നത്. ആ ടൈമിൽ നമ്മൾ എക്സാം എഴുതേണ്ടി വരും. പിന്നെ നമുക്ക് കറങ്ങാൻ പോകാൻ പറ്റൂലല്ലോടാ. സപ്ലി വരേണ്ടി വരും. അതെ, ഒരു വരേണ്ടി വരും. എപ്പോഴായാലും വരും, ആരായാലും വരും. കറക്റ്റ് ടൈമിൽ പഠിക്കാത്തതിന് കഴപ്പായിരിക്കും നമ്മുടെ ഇല്ലടാ. അതിന്റെ കഴിപ്പ് മാത്രമാണ്. വേറെ അതാ, സപ്ലി ഇല്ലെങ്കിൽ എന്ത് ബിടെക് ലൈഫ് എന്ന് പറയുന്ന പോലെ ഇപ്പം നമ്മുടെ അവസ്ഥയെ നമ്മളിപ്പോൾ കണ്ടറിഞ്ഞ് നമ്മൾ പറഞ്ഞ് ഓരോ സിനിമയിലും ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ അറിഞ്ഞ് ആണ് നമ്മളിങ്ങനെ വിചാരിക്കും. സപ്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞൂടായിരുന്നു. +2 കഴിഞ്ഞിട്ട് സപ്ലിയാ എന്ത് സാധനം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. സിനിമയിലൊക്കെ സപ്ലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ സാധനമായിരിക്കും, എക്സാമിൻ്റെ എല്ലാം ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ നമ്മളിവിടെ ബിടെക് പഠിച്ച് ആവുമ്പോഴായിരിക്കും നമ്മൾ ആ സപ്ലിയുടെ ആ ഒരു ഇമ്പോർട്ടൻറ്റ് നമ്മള് അതാ വീട്ടിൽ സപ്ലിക്ക് കൊടുക്കാൻ ഉള്ള പൈസ എല്ലാം സപ്ലിക്ക് പോവുക, വേറെ കാര്യമൊന്നുമില്ല. പക്ഷെ പാസ്സാവുന്നോ അതുമില്ല. അതാണ് മെനക്കേട്. അതാ നമ്മുടെ പൈസ പിന്നെ സപ്ലിക്ക് വേണ്ടി കൊടുക്കുവന്ന് പോട്ടെ, സാരമില്ല. പിന്നെ നമുക്ക് എക്സാം എഴുതി തീർക്കണം, ഫുള്ള് സപ്ലി നമുക്ക് എഴുതി തീർക്കണം എന്നുള്ള ഒരു മൈൻഡിൽ നമ്മൾ പൈസ കൊടുത്തു പോകും, എക്സാം എഴുതും. പിന്നെ ക്ലാസ് റൂമിൽ അങ്ങനെ കോപ്പി അടിച്ച് എഴുതാനൊന്നും ഒക്കത്തില്ല. ക്യാമറയും ടീച്ചർമാരും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പഠിച്ച് തന്നെ പോയി എഴുതണം. ഇല്ലടാ, അതെ, എന്നിട്ടും ഉണ്ട്. അത് ക്യാഷ്, അത് നോർമലി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ. സോ അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ പറയുന്നൊന്നുമില്ല. സോ എക്സാം മസ്റ്റായിട്ട് നിങ്ങൾ സപ്ലി ചെയ്ത് എക്സാമിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ എഴുതി സെറ്റാക്കില്ലടാ, വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഇനിയും പിന്നെ ബിടെക്കിലേക്ക് വരുമ്പോൾ നമ്മൾ സപ്ലി നമ്മുടെ കൂടെ എപ്പോഴും കാണും. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ബിടെക് എന്ന് വെച്ചാൽ സപ്ലി നമ്മുടെ കൂടെ കാണും. നമ്മളെ മറ്റേ ബാക്കിയുള്ള കോഴ്സിനെ പോലൊന്നും അല്ല. ഇതാണ് കോളേജ് കേട്ടോ. കോളേജിനെ പറ്റിയ ഒരു വീഡിയോ നമുക്ക് വേറെ ഒരു വീഡിയോ എടുക്കാം. പിന്നെ എക്സാം കഴിഞ്ഞ് ക്ഷീണമൊക്കെ ഇനി പോയി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം. ഇന്നലെ വലിയ ഉറക്കമൊന്നും ഇല്ല, ഭയങ്കര പഠിത്തമൊക്കെ ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് ഇന്നലെ അവിടെ പോയടാ, നീ സിനിമ കാണാൻ പോയില്ലേ നീ ഗൈസ്? അങ്ങനെ നമ്മൾ ഉറക്കമൊന്നും ഇല്ലാതെ നമ്മൾ ഇന്ന് വന്ന് നല്ലപോലെയൊക്കെ എക്സാം എഴുതി. പക്ഷേ എക്സാം പൊട്ടും, അതാണ് അവസ്ഥ ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഗൈസ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം, ഓക്കെ? അപ്പോൾ നമുക്ക് അടുത്തൊരു ഒരു വീഡിയോ നമുക്ക് കോളേജിനെ പറ്റി കുറച്ച് വീഡിയോ നമുക്ക് സെറ്റ് ആക്കാവുന്നതായിരിക്കും. പിന്നെ കുറേ ഫസ്റ്റ് ഇയേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇല്ലേ, അവർക്ക് വേണ്ടി ഒരു മോട്ടിവേഷൻ എന്തുവാടാ? ഓക്കെ, ഫസ്റ്റ് ഇയർ എന്നിട്ട് നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, ബൈ ബൈ.